ജൂൺ മാസം ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വരികയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ കമ്മിറ്റിക്ക് നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇന്നുവരെ കൃത്യമായിട്ട് ഒരു നിർദ്ദേശം നൽകാൻ സർക്കാരിന് സാധിച്ചില്ല എന്ന് എത്ര അലക്ഷ്യമായിട്ടാണ് ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്. കർഷകരുടെ വിഷമങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ, ആകുലതകൾ, കാർഷിക മേഖലയിൽ ആ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ മേഖലയിൽ സർക്കാരിൻ്റെ സമീപനം വളരെ അലസമായ രീതിയിൽ നിന്നുള്ള വിലയിരുത്തലാണ് നമുക്ക് പൊതുവേ ഉള്ളത്. യഥാർത്ഥത്തിൽ സർക്കാർ ഈ ഭാഗത്ത് അതിൻ്റെ പ്രതിനിധികളെ അയക്കുകയും ബഫർ സോൺ വിഷയത്തിൽ ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കുകയും കൃത്യമായ റിപ്പോർട്ട് നൽകുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ അതിന് പകരമായിട്ട് നാം പലപ്പോഴും നിർബന്ധിച്ചതുകൊണ്ട് ഒരു ഉപഗ്രഹ സർവേ പ്രസിദ്ധീകരിക്കുക, അതുതന്നെ കാലഹരണപ്പെട്ട രീതികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു സയൻറ്റിഫിക് അല്ലാതെ, ഒരു പ്രൊഫഷണലിസം ഒട്ടും തന്നെ ഇല്ലാതെ ആരെയോ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, നമ്മുടെ നിലവിളിക്കൊരു ഉത്തരം നൽകുന്നതിന് വേണ്ടി നൽകുന്നത് പോലെയുള്ള ഒരു ഉപഗ്രഹ സർവേ അപ്പുറത്ത് വിട്ടത്. അത് നമ്മുടെ ആകുലത ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഈ അവസരത്തിൽ സർക്കാർ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ഉദ്യോഗസ്ഥർ കർഷകർക്ക് വേണ്ടി എത്രയും വേഗം കൃത്യമായ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ നൽകുകയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ അപേക്ഷ. അതിൽ സർക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ സംഘടിതമായൊരു കുടിയിറങ്ങട്ടെ എന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം നീക്കങ്ങൾ ഉള്ളതായിട്ട് നമുക്കിതുവരെ നിരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ വനം വകുപ്പ് ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിരീക്ഷിക്കാൻ സാധിക്കും. വനത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ വാങ്ങുന്ന ഒരു പദ്ധതി വനം വകുപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ അപകടകരമായ കാര്യമാണ്. കാരണം ആളുകൾക്ക് കേരളം ജീവിക്കുന്നതിന് വേണ്ടി വളരെ കുറഞ്ഞ സ്ഥലമാണ്, ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലമാണല്ലോ കേരളം. അപ്പോൾ ജനസാന്ദ്രതയുള്ള സ്ഥലത്ത് ഇനി ആളുകൾ അതിലും താഴേക്ക് പോരുക എന്ന് പറഞ്ഞാൽ വനം താഴേക്ക് ഇറങ്ങുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ വനം വകുപ്പിൻ്റെ ചില പരിപാടികൾ നമുക്കിതിൽ നിരീക്ഷിക്കുവാൻ സാധിക്കും. എന്നാൽ സർക്കാർ ആവശ്യത്തിനുള്ള സത്വരമായ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നല്ല, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന തത്വം സർക്കാർ സ്വീകരിച്ചാൽ പാവപ്പെട്ട കർഷകർ എന്തു ചെയ്യും? കർഷകർ സംഘടിതമായിട്ട് നിൽക്കുന്നില്ല, ഒരു സംഘടിത ശക്തിയല്ല, ഒരു പ്രഷർ ഗ്രൂപ്പല്ല. മറ്റു ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രഷർ ഗ്രൂപ്പാണ്. അതുപോലെ ഒരു പ്രഷർ ഗ്രൂപ്പല്ല. ഈ കർഷകരുടെ പ്രതിസന്ധികൾ പരിഹരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് അവർ വോട്ട് ചെയ്യും, ഞങ്ങളെ വിജയിപ്പിക്കും, വോട്ട് ചെയ്യാൻ നിർബന്ധിതരാണ് എന്ന് ഈ സാമാജികർക്കറിയാവുന്നതുകൊണ്ട്, പ്രതിനിധികൾക്കറിയാവുന്നതുകൊണ്ട് അവർ നമുക്ക് പ്രശ്നം പറയുമ്പോൾ പെട്ടെന്നൊന്ന് ഇടപെടും. അതോടുകൂടി അവരുടെ പ്രതികരണം അവസാനിക്കുകയും ചെയ്യുക. എന്നാൽ ഈ പാവപ്പെട്ട കർഷകർ, അവർക്ക് അക്ഷരജ്ഞാനം ഇല്ലാത്തവരാണ്. അവർക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ നിയമങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ്. അങ്ങനെയുള്ള കർഷകരെയാണ് ഈ പ്രതിനിധികൾ ചൂഷണം ചെയ്യുന്നത്. അവരാവശ്യമായ സമയങ്ങളിൽ അവരിതിൽ ഇടപെടുന്നില്ല. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ ജനപ്രതിനിധികൾ കർഷകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ എത്രയോ അലസമായിട്ട് ഇതിനെ സമീപിക്കുന്നു എന്നോർക്കുമ്പോൾ വലിയ ഖേദം തന്നെയാണ്. ഇതിന് താമരശ്ശേരി രൂപതയല്ല, ഇതിന് കേരളത്തിലെ 62 കർഷക സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് സംഘടിതമായിട്ട് ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അത് കൊച്ചിയിൽ നിന്നാണ് ഏകോപിപ്പിക്കുന്നത്. ഈ ഐക്യ സംഘടനകളുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഈ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ തരുന്നില്ലെങ്കിൽ സംഘടിതമായ സമരം തന്നെ ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. ഈ നിയമം ഇവിടെ നടപ്പിലാക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കുകയില്ല. അതിന് യാതൊരു സംശയമില്ല. കാരണം ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ആരും വിഷമിക്കാനില്ലാത്തതുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും സമരരംഗത്തുണ്ടാവും. പക്ഷേ അതിന് ഇടവരുത്തുകയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്.